സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ മറ്റൊരു എപ്പിസോഡ്, പുതിയ എപ്പിസോഡെന്ന് പറയുവാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ആ ഒരു വിറ്റ്നസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ചിക്കു കുര്യാക്കോസിൻ്റെ മാതാപിതാക്കളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിക്കു കുര്യാക്കോസിൻ്റെ പപ്പയുടെ സാക്ഷ്യം കേട്ടു. ഇന്ന് നമ്മൾ ചിക്കു കുര്യാക്കോസിൻ്റെ മമ്മിയുടെ സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവമാണ്. പ്രത്യേകിച്ചും ഒരുപക്ഷെ ചിക്കു കുര്യാക്കോസ് കടന്നുപോയ ആ രോഗം, അദ്ദേഹത്തിൻ്റെ മരണം, ഇത്തരം അനുഭവങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാമെങ്കിലും പ്രിയ മാതാവ് ചിക്കു കുര്യാക്കോസിൻ്റെ മരണത്തിന് ശേഷം തനിക്കുണ്ടായ ഒരു വലിയ മാരകമാകുന്ന രോഗത്താൽ ഏകദേശം 1 വർഷത്തോളം മറ്റാരെയും തിരിച്ചറിയാതെ, അല്ലെങ്കിൽ ഒരു 7 മാസം കൃത്യമായിട്ട് സ്വന്തം ആളുകളുടെ പോലും പേരോ ഒന്നും ഓർമ്മയില്ലാതെ, ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അധികം ആളുകൾക്ക് ആ കാര്യങ്ങളൊന്നും, ആ സാക്ഷ്യങ്ങളൊന്നും കേട്ടിട്ടുള്ളതല്ല. ഇന്ന് ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി ദൈവം തിരിച്ചു കൊടുത്ത ആ ഓർമ്മശക്തിയോടുകൂടെ പ്രിയപ്പെട്ട മറിയമ്മ ആൻറ്റി നമ്മൾക്ക് വേണ്ടി സാക്ഷ്യങ്ങൾ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട മറിയമ്മയുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സെഷനിൽ വന്ന് ഞാൻ ഈ വത്സല്യ കുടുംബത്തെ പരിചയപ്പെടുത്തിയല്ലോ. ചിക്കു കുര്യാക്കോസിൻ്റെ മാതാപിതാക്കളാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ആൾട്ടർ ബോയ് ആയിരുന്ന ഒരു ആള് കർത്താവിൻ്റെ വേല ഇത് 37 വർഷം അല്ലേ പാസ്റ്ററെ, സഭാ ശുശ്രൂഷ 37 വർഷം വിവിധ സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാൻ കർത്താവ് ഉപയോഗിച്ചു. നല്ലൊരു ജീവിതാനുഭവം കേട്ടത്. അതിൻ്റെ ഒരു ബാക്കിയായിട്ട് അമ്മാമ്മയുടെ അനുഭവങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അമ്മാമ്മ എവിടെയാണ് ജനിച്ചു വളർന്നത്? ഈ പറഞ്ഞതുപോലെ നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറൊക്കെയാണോ? ഞാൻ കോട്ടയം കുറിച്ചി എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഓക്കെ, കോട്ടയം കുറിച്ചി. പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നോ അതോ? അല്ല, ഞങ്ങള് പള്ളിയിലായിരുന്നു. കാരണം വിവാഹത്തിന് ശേഷമാണല്ലോ കുടുംബമായിട്ട് വിശ്വാസത്തിൽ വന്നത്. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. നമ്മള് മാതാപിതാക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്ററുടെ സാക്ഷ്യം കേട്ടപ്പോൾ ചിക്കു കുര്യാക്കോസിൻ്റെ അനുഭവങ്ങളൊക്കെ കൂടുതൽ അമ്മാമ്മ പറയുന്നു ഞാനൊന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അതുകൂടെ കേൾക്കണം. ചിക്കുവിൻ്റെ ആ സ്പിരിച്വൽ ലൈഫും ദൈവമായിട്ടുള്ള തൻ്റെ വ്യക്തിപരമായ ഇടപെടലുകളൊക്കെ കുറച്ചുകൂടെ അല്ലേ, ഒരു അമ്മയെന്ന നിലയിൽ അടുത്ത് കണ്ട വ്യക്തിയാണല്ലോ. അതൊക്കെ ഇന്ന് കേൾക്കണം. അതുപോലെ തന്നെ വലിയ അനുഭവങ്ങളുണ്ടെന്ന് എനിക്കറിയാം. 1 വർഷത്തോളം ആരുടെയും പേരൊന്നും അറിയാതെ ഒരവസ്ഥയിലൂടെ കടന്നു കഷ്ടപ്പെട്ടു. അത് ചിക്കുവിന്റെ മരണശേഷമാണോ അതിനു മുമ്പ്? മരണശേഷമാണ്. 1 വർഷത്തോളം ഒരു ഓർമ്മയില്ലായിരുന്നു. 1 വർഷത്തോളം പറഞ്ഞാൽ എനിക്ക് ഒരു 7-8 മാസത്തേക്ക് ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു. പിന്നീട് പതുക്കെ ഓരോന്ന് ഓർത്ത് വരുമെങ്കിലും പിന്നെ മറന്നു പോകും. പെട്ടെന്ന് ഞാൻ മറന്നു പോകുമായിരുന്നു. എന്തെങ്കിലും എനിക്ക് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ഒരു കഴിവോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എല്ലാം ഇങ്ങനെ ഓരോന്ന് പറയുകയും എടുക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പക്ഷെ ആ അവസ്ഥയിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് ഇന്ന് ഓർത്തെടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി അത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ചിക്കു കുര്യാക്കോസിന്റെ അനുഭവങ്ങളൊക്കെ അറിയാം. പക്ഷെ അമ്മ കടന്നുപോയ ആ ഒരു അനുഭവത്തെ കുറിച്ച് അധികം ആളുകൾക്ക് ആർക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ഈ മധ്യ തിരുവിതാംകൂറുകാരുടെ രീതിയാണ് അമ്മാമ്മ എന്ന് വിളിക്കുക എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് പ്രേക്ഷകരോട് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണല്ലോ ആളുകൾ മുതിർന്നവരെ വിളിക്കുക. ഈ ഞങ്ങളുടെ നാട്ടിലെ അമ്മാമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂത്ത പെങ്ങന്മാരെ, മൂത്ത സഹോദരികളെ വിളിക്കുന്നത് അമ്മാമ്മ എന്നാണ്. പക്ഷെ തൃശ്ശൂരൊക്കെ പോയാൽ അത് കുറച്ചുകൂടെ പ്രായമുള്ള ആളുകളെ വിളിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരുകാർ കേൾക്കുന്ന രീതിയിലല്ല ഞങ്ങൾ കോട്ടയംകാരും ഞങ്ങൾ റാന്നിക്കാരും ഒക്കെ. എവിടെ? കോട്ടയംകാർ ആന്റി എന്നാ പറയുന്നത്. ഞങ്ങള് റാന്നിക്കാര് അമ്മാമെന്ന് പറയുന്നത്. പാസ്റ്ററും അമ്മാമയും റാന്നിയിലുണ്ടായിരുന്നല്ലോ. റാന്നിയിലെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. 3 സഭ റാന്നിയിലെ ന്യൂ ഇന്ത്യ ചർച്ച് കൂടുമായിട്ടുള്ള ബന്ധത്തില്. ദൈവത്തിന് സ്തോത്രം. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവം പറയാൻ, കുടുംബത്തേക്ക് ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ ഈ അനുഭവങ്ങളെല്ലാം കേൾക്കണം കേട്ടോ. അതെ, പറയാം, കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ലോർഡ്. ഞാൻ കോട്ടയത്ത് കുറിച്ചി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എനിക്ക് അപ്പനും അമ്മയും ഞങ്ങൾ 7 മക്കളായിരുന്നു. എന്നെയും കൂടെ കൂട്ടി 7 മക്കളായിരുന്നു. 5 സഹോദരിമാരും ഞങ്ങൾ 5 പെണ്ണുങ്ങളും 2 സഹോദരനുമായിരുന്നു.
എൻ്റെ കല്യാണം 87-ലായിരുന്നു കല്യാണം കഴിഞ്ഞത്. 88 ഫെബ്രുവരി 1 എൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഈ ലോകത്തു നിന്നും മരണമൊഴിയായി മാറ്റപ്പെട്ടു. അന്ന് ഞങ്ങൾ പള്ളിയിലായിരുന്നു. വളരെ പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളായിരുന്നു. പിന്നെ എൻ്റെ സഹോദരിമാർ 3 പേരെ വിവാഹം കഴിച്ചു. എൻ്റെ മൂത്ത 2 സഹോദരി ഉണ്ടായിരുന്നു. അവർ 2 പേരെയും വിവാഹം കഴിച്ചു. ഇളയ 2 അനിയത്തിമാരായിരുന്നു. ഒരു അനിയത്തി മരിച്ചു. ഒരു അനിയത്തിയെ പേരൂർ കല്യാണം കഴിച്ചു. പിന്നെ എനിക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അതിലിപ്പം ഒരു സഹോദരനും ഈ ലോകത്തു നിന്നും പോയി. അവരെല്ലാം പള്ളിക്കാരാണ്. ഇപ്പോഴും അവരെല്ലാം പള്ളിക്കാരാണ്. പള്ളിയിലാണ് അവരുടെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു സഹോദരൻ്റെ ഒരു മകളും വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അവളുടെ വിവാഹം കഴിഞ്ഞ് അവരിപ്പോൾ ജോലിയിലുള്ള ബന്ധത്തിൽ UK-യിലായിരിക്കുന്നു. പിന്നെ എൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ 1987 ഓഗസ്റ്റ് 20 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. 88 ഓഗസ്റ്റ് 6 മൂത്ത പൈതൽ ചിക്കു ജനിപ്പാനായിട്ട് ഇടയായത്. ചിക്കുവിൻ്റെ ജനനശേഷം എൻ്റെ പ്രിയപ്പെട്ടവന് മാനസികമായിട്ട് വളരെയധികം പ്രയാസങ്ങളുണ്ടായി. അത് ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. ഒത്തിരി സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം കടന്നുപോയി. എന്നാൽ അവിടെയൊന്നും സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം വിടുതൽ കൊടുത്തു. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിപ്പാനായിട്ട് ഇടയായി. അതിനു മുമ്പ് തന്നെ ഈ സത്യം എന്താണെന്നും സത്യത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ പോയി സംബന്ധിക്കുകയും ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ അനേക ജീവിതങ്ങൾ കടന്നു വരാനും അന്നത്തെ ഉപദേശിയിൽ കൂടി കേൾക്കുന്ന വചനങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു കഴിവെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. പിന്നെ പൂർണ്ണമായിട്ട് സൗഖ്യം കർത്താവ് കൊടുത്തു. ഒത്തിരി വേദനകളിൽ കൂടി കടന്നുപോയി. എങ്കിലും കർത്താവിടെ പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുത്തു. കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. 1990 അദ്ദേഹം സ്നാനപ്പെട്ടു. 91 ഞാൻ സ്നാനപ്പെടുന്നത്. പിന്നെ 90 ആ കാലയളവിൽ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രതികൂല സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും അവിടെയെല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഞങ്ങൾ അറിഞ്ഞ ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുതലും സ്നേഹവും എല്ലാം ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ആ ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. മൂത്ത പൈതൽ ചിക്കു, രണ്ടാമത്തേത് റിങ്കു, മൂന്നാമത്തെ രൂഫോസ്, അങ്ങനെ 3 പേരും കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഒത്തിരി പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ലഭിക്കാനിടയായി. അതുപോലെ ചിക്കു ചെറുപ്പം മുതൽ സംഗീതത്തോട് താല്പര്യമുള്ള ഒരാളായിരുന്നു. 2.5 വയസ്സ് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ പാസ്റ്റർ ദൈവവചനവുമായി വിളിച്ചു പറയാനായിട്ട് കടന്നു പോകുമ്പോൾ അവനും വെളുപ്പിന് എഴുന്നേറ്റ് ഞാനും വരുവാന്നും പറഞ്ഞ് കടന്നുപോയി. അവിടെ പോയി നിന്നുകൊണ്ട് ആ ചെറു പ്രായത്തിൽ പാടുന്ന പാട്ടുകൾ കേൾക്കാനായിട്ട് അനേക ആൾക്കാർ കൂടി വരുമായിരുന്നു. 5 മണിയാകുമ്പോൾ പോകുമ്പോൾ പോയിട്ട് 6:30-7 ആവും തിരിച്ചു വരുമ്പോൾ. അതുപോലെ അവൻ അതിനോട് വളരെ താല്പര്യമായിരുന്നു. പാട്ടിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ചെറുപ്രായം മുതൽ അവൻ്റെ ആ മരണം നടക്കുന്ന സമയം വരെയും അവന് പാട്ട് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി അവന് തീർക്കാനിടയായി. അതുപോലെ അവന് ദൈവവചനം ഘോഷിക്കുവാനും അതും വളരെ താല്പര്യമായിരുന്നു. കൺവെൻഷൻ സ്റ്റേജുകളിലും അതുപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുവാനും എല്ലാം അവനെ കർത്താവ് സഹായിച്ചു. രോഗം വന്ന സമയത്ത് ആദ്യമായിട്ട് രോഗം വന്നത് പെടലിക്കൊരു മുഴ പോലെ വന്നു. അത് ഞങ്ങളൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു അത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അത് ബയോപ്സി ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു ലിൻഫോമ എന്ന് പറയുന്നൊരു ക്യാൻസറാണെന്ന് പറയാനായിട്ടിടയായി. അത് ഞങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടുത്തെ പരിശോധനകളും അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പം മാനസികമായിട്ട് ഞങ്ങൾ ഒത്തിരി വിഷമത്തിലായി. ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വരുന്നില്ല, നമുക്ക് RCC പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ RCC പോയി. അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവിടുത്തെ സാഹചര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാനായിട്ട്
പഠിക്കാനായിട്ട് ഒരു പാസ്റ്ററിൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ പോയി താമസിക്കുവാനും ഏകദേശം 6 മാസക്കാലം അവിടെ താമസിച്ചു. അവർ ഞങ്ങൾക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അവിടെ RCCയിലെ പോക്കും വരവും ഒക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. യാത്രയിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. എന്നാൽ അവിടുന്ന് സൗഖ്യം പ്രാപിച്ച് മടങ്ങി നാട്ടിൽ വന്നു. അങ്ങനെ അവന് വിവിധ ഇടങ്ങളിൽ കടന്നുപോയി പാട്ട് പാടാനും വിവിധ രാജ്യങ്ങളിൽ എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലും UK-ലും അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി കർത്താവിന് വേണ്ടി പാടുവാനായിട്ട് കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ ശേഷമാണ് 2014 അവൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായ. 4ാമത്തെ കീമോ കഴിഞ്ഞ് RCCയിൽ 4ാമത്തെ കീമോ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ യൂത്തിൻ്റെ ക്യാമ്പ് അന്ന് തുടങ്ങുന്നത്. യൂത്തിൻ്റെ ക്യാമ്പിലായിട്ട് ഇവനെ പാട്ട് പാടാനായിട്ട് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ല, തലമുടിയൊന്നുമില്ല, അതുകൊണ്ട് എങ്ങനെ പോകും, നല്ലവരും കാണത്തില്ല, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവനെ എല്ലാവരും വിളിച്ചു, ചിക്കു നീ വരണമെന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു. ഇവർ പപ്പായും മക്കളും കൂടെ അവർ പോയി. ഞാൻ പോയില്ല. എനിക്കങ്ങ് മാനസികമായിട്ട് ഭയങ്കര വിഷമായിരുന്നു പോകാനായിട്ട്. എങ്ങനെ ഇവൻ്റെ പാട്ട് ഈ മുടിയില്ലാത്ത അവസ്ഥയിലും ഇവനെ കാണണമല്ലോ എന്നുള്ള ഒരു പ്രയാസത്തിൽ ഞാൻ പോയില്ല. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എനിക്ക് പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നു. ഞാൻ തന്നെ പിന്നെ അവിടെ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അന്ന് പകൽക്കാലം റേസൻ പാസ്റ്റർ ആണ് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നത്. ആ സമയത്ത് ഇവൻ അവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് റേസൻ പാസ്റ്റർ ഇവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവന് ആത്മാവിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു ദർശനം കർത്താവ് കൊടുത്തു. ഇടങ്ങളിൽ പോയി അനേകരുടെ തലയിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. പെട്ടെന്ന് ഇവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൈതൽ വിളിച്ചു പറഞ്ഞു ക്യാൻസർ രോഗം സൗഖ്യമാകുന്നു എന്ന് പറയാനായിട്ട് ഇടയായി. ഒരു കൊച്ചു കുഞ്ഞാണ് വിളിച്ചു പറഞ്ഞത്. അത് കേട്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ശരിയാണ്, ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ വിളിച്ചു പറയുന്നു ക്യാൻസർ രോഗം സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൻ പെട്ടെന്ന് താഴെ വീഴുവാനായിട്ട് ഇടയായി. അവനവിടെ താഴെ കടന്ന് ഒരു വല്ലാത്ത കണ്ടീഷനിലായപ്പോഴത്തേക്ക് ദേവദാസന്മാർ പറഞ്ഞു ഇവന് രോഗമുള്ളവനാണ്, ഇവൻ മരിച്ചു പോകും, ഇവനെ എത്രയും പെട്ടെന്ന് ഇവനെ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റേസൻ പാസ്റ്റർ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് റേസൻ പാസ്റ്റർക്ക് മനസ്സിലായത് ഇവൻ രോഗിയാണെന്നുള്ള കാര്യം. ആ സമയത്താണ് പാസ്റ്റർക്ക് മനസ്സിലാകുന്നത്. അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ്റെ സാക്ഷ്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് അവൻ നിന്നത്. എന്നാൽ ഞങ്ങൾ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്യണം, ചെക്കപ്പ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നീ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2 ഇഞ്ചക്ഷനും കൂടെ ഉള്ളൂ, അതുകൊണ്ട് അത് ചെയ്തേ പറ്റൂ എന്ന് പറയാനായിട്ടിടയായി. പിന്നെ ഞങ്ങൾ കടന്നുപോയി. അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചെന്ന് കേൾപ്പാനായിട്ട് ഇടയായി. അങ്ങനെ 8 വർഷക്കാലം കർത്താവിന് വേണ്ടി അധികമായിട്ട് ഓടുവാൻ, അത് കഴിഞ്ഞ നാളുകളിലേക്കാട്ടിലും അധിക സ്ഥലങ്ങളിൽ അധിക ഇടങ്ങളിൽ കടന്നു പോകാനായിട്ട് കർത്താവ് സഹായിച്ചു. 8 വർഷക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. എന്ന് വെച്ചാൽ അതുപോലെ രാജ്യങ്ങളിൽ കടന്നുപോയി അവൻ്റെ പാട്ട് കേൾക്കാനും അവൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാനും എല്ലാം കർത്താവ് ഇടയാക്കി. അതിന് ശേഷമാണ് അവന് വീണ്ടും ഇതുപോലെ ഒത്തിരി വണ്ണം ഉണ്ടായിരുന്നത് കൊണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി അവനൊരു എന്തോ ഒരു ഇത് കഴിച്ചു. അങ്ങനെ വണ്ണം കുറച്ച് അവൻ UK-ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് വണ്ണം കുറഞ്ഞവനായിട്ടാണ് മടങ്ങി വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി ഞാൻ കടന്നു വരുമ്പോഴത്തേക്ക് മമ്മി അവിടെ കടന്ന് കരയരുതേ, എൻ്റെ വണ്ണം എല്ലാം പോയി, ഞാൻ മിടുക്കനായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം പ്രയാസം തോന്നി. അപ്പോൾ ഇത് ഈ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഇവന് ഹിപ്പ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ആ ഡോക്ടറിൻ്റെ അടുക്കൽ തന്നെ അവിടെ പോയി ഒന്നുകൂടെ നിന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ചെക്കപ്പ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇനിയും ആഹാരം കഴിക്കണം, ഇനിയും വണ്ണം കുറയ്ക്കേണ്ട, ഇത്ര മതി, ഒരു കുഴപ്പമില്ല എന്ന് പറയാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞ് വീണ്ടും അവൻ വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്താണ് എൻ്റെ കാലിന് നീര് വെച്ചാണ് കടന്നു വരുന്നത്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ വെൽകെയർ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി ഡോക്ടറോട് സംസാരിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും അസുഖത്തിൻ്റേതായ കാര്യങ്ങളുണ്ടായിരുന്നു.
പിന്നെ ആ വെൽകെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഒരു കീമോ എടുത്തു. പിന്നെ കീമോ എടുത്തില്ല. അതിനൊക്കെ മുമ്പായിട്ട് തന്നെ ദൈവസന്നിധിയിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് ആശുപത്രി അഡ്മിറ്റാക്കി. പിന്നെ വെൽകെയർ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് മരിക്കുവാനായിട്ട് ഇടയായത്. ICUവിൽ കിടക്കുന്ന സമയത്ത് നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം അവനെ നന്നായിട്ട് കെയർ ചെയ്തു. പക്ഷേ അവൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അത് ചേർക്കപ്പെടുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് രൂഫോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, രൂഫോസെ, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്. നീ എന്തുമാത്രം പഠിച്ചാലും നിനക്കൊരു ജോലി ലഭിക്കത്തില്ല. നീ അത് ഓർത്ത് ഭാരപ്പെടാൻ, നിനക്കൊരു ജോലി കിട്ടത്തില്ല. നീ കർത്താവിൻ്റെ വേല ചെയ്യണം. അച്ചാച്ചൻ എങ്ങനെ ആയിത്തീർന്നോ അതുപോലെ തന്നെ നീയും ആയിരിക്കണം. അതുകൊണ്ട് നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഇപ്പം ഞാൻ പോയാൽ ചേട്ടായിയുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമല്ലേ, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നീ സേലത്ത് മീറ്റിങ്ങിന് പോകണം. സേലത്ത് മീറ്റിങ്ങിന് ചെന്നിട്ട് ഞാൻ മരിക്കുവാണെങ്കിൽ നമുക്ക് ദൈവസന്നിധി കാണാം, അല്ലെങ്കിൽ നമുക്ക് നീ വരുമ്പം ഞാനിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെങ്ങളോടും പറഞ്ഞു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞു. രൂഫോസ് അവൻ ICU കിടക്കുന്ന സമയത്ത് വ്യാഴാഴ്ച ഇതുപോലെ സേലത്ത് കടന്നുപോയി. അവിടെ സേലത്ത് ചെന്നു. വെള്ളിയാഴ്ച ശുശ്രൂഷ ചെയ്ത് ശനിയാഴ്ച പകലും ശുശ്രൂഷ ചെയ്തു. പക്ഷേ ശനിയാഴ്ച 5:45 ചിക്കു ദൈവസന്നിധിയിൽ പോയി. ആ സമയത്ത് തന്നെ രൂപോസ് അറിഞ്ഞു അവൻ അവിടുന്ന് വരാനായിട്ട് ഇടയായത്. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടാനിടയായി. പിന്നെ ചിക്കു മരിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ എനിക്കൊരു അസുഖം ഉണ്ടായി. 2013 എൻ്റെ മുഖം ഒരു വശത്തോട്ട് കോടിപ്പോയിട്ട് അത് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാനായിട്ട് ഇടയായി. ഞാൻ അതിനകത്ത് ഒത്തിരി ഭാരപ്പെട്ടു. ഒരാഴ്ചയോളം അന്ന് മഞ്ഞുമേലായിരുന്നു, എറണാകുളത്ത് മഞ്ഞുമേൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുന്ന് സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ മടങ്ങി വന്നു. 1 മാസത്തോളം അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായി. പിന്നെ 2017 ഏപ്രിൽ മാസം 23-ാം തീയതി എനിക്ക് ബ്രെയിൻ ഹെമറേജ് ഉണ്ടായി. അന്ന് ആ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ അതുണ്ടായി. എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. എനിക്ക് ആരെയും അറിയത്തുമില്ല. എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്താണെന്നോ കണ്ണു തുറക്കാതെ ഞാൻ 10 ദിവസത്തോളം കാരിത്താസ് ICUവിൽ അഡ്മിറ്റായിരുന്നു. ആദ്യം ഞാൻ മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയി. എന്നെ അവിടെ ചെന്ന് അവർ നോക്കി 4 ദിവസം 5 ദിവസം കണ്ട് അവിടെ കിടന്നെന്നാണ് പറയുന്നത്. അവിടെ കിടന്ന് എല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. മറ്റു പരിശോധനകളൊക്കെ നടത്തിയിട്ട് അവർക്ക് ഒന്നും എനിക്കുള്ളതായിട്ട് അവർ പറയുന്നില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ അബോധാവസ്ഥയിലായി. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് അവർ കാരിത്താസിലോട്ട് മാറ്റി. അവിടെ ചെന്ന് തല സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് തലയിലിങ്ങനെ ബ്ലോക്കായി എന്നറിയാനിടയായി. കണ്ണ് തുറക്കാതെ 10 ദിവസത്തോളം ഞാൻ ICUവിൽ ആരോടും സംസാരിക്കാതെയോ മിണ്ടാനോ പറയാനോ ഒന്നും എനിക്ക് പറ്റാത്ത അവസ്ഥയിൽ ഞാനായിരുന്നു. അവിടുന്ന് ദൈവമക്കൾ അനേകർ അവർ ഡോക്ടർ പറഞ്ഞു ഞാൻ മരിച്ചു പോകും, അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവനും കുഞ്ഞുങ്ങളും ബന്ധുമിത്രാദികളും സഭക്കാരും വിശ്വാസികളും എല്ലാം അവർ വന്നു. അവർ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ടിരുന്നു. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. തമ്പിച്ചായം വന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നെ തൊട്ടു, എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ 1 മാസക്കാലം കാരിത്താസിൽ ഞാൻ കടന്നു. എന്നിട്ടും എനിക്ക് ഓർമ്മകളോ ശരിക്കുള്ള എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ പറയുവാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അന്ന് തൊട്ട് എൻ്റെ കൂടെ ആശുപത്രിയിൽ തന്നെ നിൽക്കുമായിരുന്നു. എങ്ങോട്ടും പോകാതെ ആശുപത്രിയിൽ എൻ്റെ കൂടെ നിന്നു. എൻ്റെ ഓർമ്മ നഷ്ടമായി ദീർഘനാളുകൾ. ആരെയും തിരിച്ചറിയാതെ സ്വയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ഞാനായിരുന്നു. എങ്കിലും കർത്താവ് അവിടുന്ന് തന്നെ താങ്ങി. ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കരുതൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു. അനേകർ കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ ഭർത്താക്കന്മാർക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് ഇടയായി. ഞാൻ രോഗിയെ ആശുപത്രി കയറിയ ദിവസം മുതൽ എൻ്റെ അടുക്കൽ നിന്ന് ഒറ്റ ദിവസം പോലും മാറാതെ യാക്കോബിനെ പോലെ ദൈവത്തോടെ എൻ്റെ ഭാര്യയെ ആരോഗ്യത്തോടെ എനിക്ക് തരണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്.
എനിക്ക് എൻ്റെ ഭാര്യയെ ജീവനോടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് സൗഖ്യമാകുവാനും എന്നെ ആരോഗ്യത്തോടെ വീട്ടിൽ കൊണ്ടുവരുവാനും ഇടയായി. എന്നാലും എനിക്ക് 6 മാസക്കാലം ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ സഹോദരങ്ങളും ഒക്കെ വീട്ടിൽ വന്ന് നിൽക്കുകയും എനിക്ക് ആഹാരങ്ങൾ വെച്ച് തരുകയൊക്കെ ചെയ്തു. എന്നാൽ അവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ പിന്നെ കിച്ചണിൽ കയറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. വെക്കേണ്ട രീതികളും എല്ലാം കാണിച്ചു തന്നു. ഒത്തിരി പ്രയാസങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവൻ കടന്നുപോയി. അന്ന് ആ സമയങ്ങളിൽ എന്നെ എന്തുമാത്രം കെയർ ചെയ്യാമോ അതുപോലെ എന്നെ കെയർ ചെയ്ത് എന്നെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. എനിക്ക് കഞ്ഞി വെക്കാനോ കറി വെക്കാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. അതെല്ലാം എന്നെ പഠിപ്പിച്ചു. അദ്ദേഹത്തിനും അറിയത്തില്ല, പക്ഷേ എന്നെ എല്ലാം കാണിച്ചു തന്നു. ഇന്നത് ഇവിടെ ഇരിപ്പുണ്ട് അതെല്ലാം എന്നെ കാണിച്ചു തന്നു, എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യത്തോടു കൂടി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. പിന്നെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഇടങ്ങളിൽ സ്ഥലങ്ങളിൽ കടന്നു പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ മൂത്ത മോളും കുടുംബമായിട്ട് അമേരിക്കയിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കടന്നു പോകാൻ സഹായിച്ചു. അതുപോലെ എൻ്റെ റൂഫോസ് ഓസ്ട്രേലിയയിൽ വചനം പഠിക്കാനായിട്ട് കടന്നുപോയി. അവിടെ ഞങ്ങൾക്ക് കടന്നു പോകാൻ ഇടയാക്കി. അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ കടന്നു പോകാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പിന്നെ കൽക്കട്ടയിലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകാൻ ഞങ്ങളെ കർത്താവ് സഹായിച്ചു. അതൊരു ദേവദാസനും കുടുംബവും ഞങ്ങളെ ആദ്യമായിട്ട് ഫ്ലൈറ്റേ കയറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളെ അവർ കൊണ്ടുപോകാനായിട്ട് ഇടയാക്കി. അങ്ങനെ അവിടെയും കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. പിന്നെ ബോംബെയിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ വിവിധ ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മോടെ ആണേലും വിവാഹം ദൈവത്തിൻ്റെ ഒരു കരുതലായിരുന്നു ആ വിവാഹം നടന്നത്. നല്ലൊരു കുടുംബത്തിൽ കടന്നു ചെല്ലുവാനും ആ കുടുംബം എന്ന് പറഞ്ഞാലും അവർ പാരമ്പര്യമായിട്ട് ദൈവസന്നിധി കടന്നു വന്ന ഒരു കുടുംബത്തിലാണ് മോളും കടന്നു ചെല്ലുവാൻ ഇടയായത്. അവരും സുവിശേഷ വേലയിലായിരിക്കുന്നു. മോളുടെ ഭർത്താവിൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. അവരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ കഴിഞ്ഞ സൺഡേയിൽ ചർച്ചിൽ പറഞ്ഞു വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ പലരും ചോദിച്ചു മക്കളെയൊക്കെ എങ്ങനെ അല്ലേ കല്യാണം കഴിപ്പിക്കും, പ്രത്യേകിച്ച് ഒരു കനാന ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വെച്ചോണ്ട് ചോദിച്ചത്. ഞങ്ങൾ പിന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളെ തലയെ കൈവച്ച് ഞങ്ങൾ അവർ ഉറങ്ങിക്കഴിയുമ്പം അവരുടെ തലയിൽ ചെന്ന് ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നല്ലൊരു ജീവിതം അവർക്ക് കിട്ടുന്നതിന് വേണ്ടി. എന്ന് വെച്ചാൽ അപ്പനും അമ്മയും വിശ്വാസത്തിൽ പോകുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, അവർക്ക് ഒരു നല്ലൊരു ജീവിതം ഇല്ലാതെ ആകരുതെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ 2 പേർക്കും നല്ല കുടുംബജീവിതം കർത്താവ് കൊടുത്തു. മോൻ്റെ ആണെങ്കിൽ റിങ്കുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ മാതാപിതാക്കളും അവരും സുവിശേഷ വേലയിൽ അതിശക്തമായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. ജോലിയോടുള്ള ബന്ധത്തിൽ കുവൈറ്റിലാണെങ്കിലും അവരും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സാൻഡിയുടെ അപ്പച്ചൻ്റെ പെങ്ങടെ കൊച്ചുമക്കളാണ്. അത് തന്നെ. അതെ, അപ്പം ഞങ്ങളുടെ സാൻഡിയുടെ കുടുംബത്തിലേക്ക് ആണ് മോളെ അയച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ. അതെ. പിന്നെ മോൻ്റെ വൈഫ് എലിസബത്ത്, അത് ചിങ്ങവനത്താണ് അവളുടെ വീട്. അതും നല്ലൊരു കൊച്ചാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അവളൊരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് മേടിച്ച് സൈക്കോളജിസ്റ്റ് പാസ്സായിട്ട് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയ ആളാണ് മോള്. അത് നന്നായിട്ടുള്ള അവാർഡ് വാങ്ങിച്ചു. പ്രസിഡന്റിന്റെ അവാർഡ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അവർക്ക് കോളേജിൽ സൈക്കോളജിക്ക്. അപ്പം പ്രസിഡന്റ് വന്ന് സമ്മാനം കൊടുക്കണം, അവാർഡ് കൊടുക്കണം എന്നുള്ള അതിൽ നടന്നു. അങ്ങനെ പ്രസിഡന്റാണ് അവർക്ക് ഇത് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. നല്ല അനുഗ്രഹമായൊരു കുഞ്ഞാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അവരുടെ നമ്മളോടുള്ള സ്നേഹവും അതുപോലെ നമ്മളോടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയെല്ലാം ചെയ്യും. ഒന്നും മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഇല്ല. അതുപോലെ നല്ലൊരു കുഞ്ഞാണ്. എന്തായാലും 3 കുഞ്ഞുങ്ങളെയും കർത്താവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിച്ചു. ചിക്കു വേഗത്തിൽ വേല തികച്ചു. കർത്താവിന്റെ സന്നിധിയിൽ പോയി. അതെ, കർത്താവിന്റെ സന്നിധിയിൽ പോയി.
ഇപ്പോഴും ഓരോരുത്തർ ഞങ്ങളോട് ചോദിക്കും 2 വർഷമല്ല ആയുള്ളൂ, 3 വർഷമായുള്ളൂ. പക്ഷെ 12 വർഷമായി. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു ഏത് വർഷമാണ് നടന്നതെന്നുള്ളപ്പോൾ എനിക്ക് അന്ന് അത്ഭുതം തോന്നി കേട്ടോ. ഇത്രയും പഴയ ഒരു സംഭവമായിട്ട് എനിക്കും ഒരു ഫീലിംഗ് വരുന്നില്ല. ഓർമ്മകളിലൊക്കെ പച്ച പിടിച്ച് നിൽക്കുകയല്ലേ ഇപ്പോഴും. അതെ അതെ, നമ്മുടെ ഓർമ്മകളിലൊക്കെ പച്ച പിടിച്ച് നിൽക്കുകയല്ലേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും എവിടെയോ വണ്ടിക്ക് ട്രാവൽ ചെയ്യുമ്പം ചിക്കുവിൻ്റെ പാട്ടുകളെല്ലാം കൂടെ ഉള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് ഇട്ട് കേട്ടോണ്ടാണ് പോയത്. ഇന്നും ആളുകൾ കേൾക്കുന്നുണ്ട്. ഹാബേലിനെ കുറിച്ച് പറയുന്നില്ലേ, വിശ്വാസത്താൽ അവൻ മരിച്ചിട്ടും സംസാരിച്ചത്. അപ്പോൾ ചിലർ മരിച്ചാലും അവരുടെ ശബ്ദവും അവർ പറഞ്ഞ സന്ദേശങ്ങളും അവർ പാടിയ പാട്ടുകളും ലോകത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കും. അതിനൊരു വലിയ അനുഗ്രഹമാണ്. ഇടയ്ക്ക് അമ്മ പറഞ്ഞല്ലോ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഏതാണ്ട് ഒരു പഴം കഴിച്ചല്ലേ? ഏതോ ഒരു ഫ്രൂട്ട്സ് അത് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ അവൻ ആഹാരം കൂടെ കഴിക്കണമായിരുന്നു. പക്ഷെ അത് കഴിച്ചില്ല. ആഹാരം കഴിക്കാതെ ആ ഫ്രൂട്ട്സ് തന്നെ കഴിച്ചു. ഒരു കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് വണ്ണം കുറഞ്ഞു. 1 മാസം കൊണ്ട് ഫുൾ വണ്ണം കുറഞ്ഞു. 55 കിലോ, ഒരു 100-ന് മേളിലുണ്ടായിരുന്നു എന്നാ. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒരു 55 കിലോ അത് കൂടുതലില്ലായിരുന്നു. അതുപോലെ ആയാ വന്നേ. പലപ്പോഴും അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ എന്താന്ന്. ഇപ്പൊ ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഈ വണ്ണം കുറയ്ക്കാനുള്ള പല ടൈപ്പ് മെഡിസിൻസ് അത് ഹെർബൽ ആണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ഫ്രൂട്ടാന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും. അതൊക്കെ അതിന്റെ പാർശ്വഫലങ്ങൾ നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു സംഭവത്തോടു കൂടിയാണ് പിന്നെ വണ്ണം കുറഞ്ഞത്. പിന്നെ പെട്ടെന്ന് രോഗിയാകാനുള്ള കാരണം അതുകൊണ്ട് അവന്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു പോയി. ഞാൻ ഇതെന്തിനാ രണ്ടാമത് എടുത്ത് ചോദിച്ചെന്നറിയാം. ഇത് പലരുടെ ചോദ്യത്തിന് ഒരു ഉത്തരമാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ രോഗം തിരിച്ചു വന്നെന്നുള്ളതിന് ഒരു ഉത്തരവാണ്. ഒരു പക്ഷേ പ്രേക്ഷകരിൽ പലർക്കും ഈ ഒരു സംഭവം അറിയത്തില്ലായിരിക്കും. ഈ ഇതിന്റെ അകത്ത് ഇങ്ങനെ വണ്ണം കുറയാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഫ്രൂട്ട് അത് ആരോ കൊടുത്തതാ അല്ലേ? അവര് കൊടുത്തിട്ട് അവര് ഫ്രൂട്ട് കൊടുത്തിട്ട് പറഞ്ഞ ആഹാരം കൂടെ കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ ആഹാരം കഴിച്ചില്ല. ആ ഫ്രൂട്ട് കൊടുത്ത് ആ ഫ്രൂട്ട് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ണം കുറയുമല്ലോ. പിന്നെ ആഹാരം കഴിക്കുമ്പോൾ വണ്ണം കൂടിയെങ്കിൽ എന്നെ എടുക്കുമെന്ന് പറഞ്ഞ് ആഹാരം കഴിക്കാതെ വന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മൾ ഈ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സത്യത്തിൽ ഞാനൊരു ഗുണപാഠം പോലെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയുകയാണ്, നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം അല്ലേ പാസ്റ്റർ? നമുക്ക് അബദ്ധം പറ്റില്ല. നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ അത് ബാധിക്കുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മോഡേൺ മെഡിസിനെ തന്നെ ആശ്രയിക്കണം എന്ന് പറയുന്നത്. കാരണം അത് സയന്റിഫിക് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ കുറവാണ് അതിനകത്ത്. എന്തായാലും ദൈവത്തിൻ്റെ സമയം നിത്യതയിലേക്ക് ചേർക്കാനുള്ള ദൈവത്തിൻ്റെ സമയം. ഇസ്കിയാവിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആയുസ് നീട്ടിക്കൊടുത്തതുപോലെ ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. രണ്ടാമത് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട ശേഷം പാസ്റ്ററാണ് കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ രണ്ടാമത് പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല. വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ എവിടെയാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എവിടെ കിടക്കുന്നെന്നോ എന്ത് രോഗം വന്നെന്ന് പോലും അത് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എനിക്ക് ഇന്ന സാധനങ്ങൾ ഇന്നടത്ത് ഇരിപ്പുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് പാസ്റ്റർ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നിപ്പോ സാക്ഷ്യം എടുക്കുമ്പോഴും അല്പം നമുക്ക് വിട്ടുപോകുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ കരുണയാല് ദൈവം ഇത്രയും റിക്കവർ ആകാനൊക്കെ സഹായിച്ചല്ലോ. പാസ്റ്റർക്ക് ഒന്ന് പറയാമോ ആ രോഗാനുഭവം എന്തായിരുന്നു എന്നുള്ളത്? ഒരുപക്ഷെ പാസ്റ്ററല്ലേ കൂടുതൽ അത് കണ്ടത് അന്ന് 7-8 മാസങ്ങള്. അതെ, 2017 ഏപ്രിൽ മാസത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം കാരിത്താസിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു 4-5 ദിവസം കോട്ടയം മെഡിക്കൽ സെൻറ്ററിൽ അഡ്മിറ്റായി അവിടെ ചികിത്സയിലായിരുന്നു. അപ്പോൾ അത് BP ഹൈ ആയിട്ടാണ് അവിടെ പോകാനായിട്ടിടയായി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞൊരു 5-6 ദിവസം അവിടെ കടന്നു. അവിടെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഏപ്രിൽ 23-ാം തീയതി ഞായറാഴ്ച നോക്കുമ്പോഴത്തേക്ക് ഞാൻ സഭായോഗത്തിന് പോകണമല്ലോ. അപ്പം പുള്ളിക്കാരത്തി ആശുപത്രിയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ക്ഷീണമാണെങ്കിൽ ആരെങ്കിലും വീട്ടിലാക്കിയിട്ട് എനിക്ക് പോകാമല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഏപ്രിൽ 23-ാം തീയതി ഞായറാഴ്ച വെളുപ്പിനെ ചെന്ന് വിളിക്കുമ്പോൾ ആളെ അൺകോൺഷ്യസാണ്. അങ്ങനെ ആയിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു കസിൻ സിസ്റ്റർ അടുത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ നേഴ്സാണ് അവിടെ, പിന്നെ മരുമക്കൾ നേഴ്സുമാർ.
അപ്പോൾ അങ്ങനെ അവരെ വിളിച്ചു. വന്ന് നോക്കുമ്പോഴത്തേക്ക് അപ്പോഴും യാതൊരു റെസ്പോണ്ടും ഇല്ല. അവിടുന്ന് പെട്ടെന്ന് മെഡിക്കൽ സെൻ്ററിൽ തന്നെ കൊണ്ടുപോയി. മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുപോയപ്പം അവിടെ നേരത്തെ സ്കാനിങ്ങിൻ്റെയും മറ്റ് പരിശോധനകളുടെയൊക്കെ റിസൾട്ട് ഫയലിലുണ്ടായിരുന്നു. പിന്നെ സ്കാൻ ചെയ്യാനുള്ള തലയുടെ സ്കാൻ മാത്രമേ ചെയ്യാനുള്ളൂ. തലയുടെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഇത് ബ്രെയിൻ ഹെമറേജായി, തലയ്ക്കകത്ത് ഈ ബ്ലീഡിങ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ മെഡിക്കൽ കോളേജ് ഇല്ലെങ്കിൽ കോട്ടയം കാരിത്താസ്, ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അവിടുന്ന് പെട്ടെന്ന് ആംബുലൻസ് എടുത്ത് കാരിത്താസിൽ പോയി. കാരിത്താസിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ICUവിൽ കാര്യങ്ങളെല്ലാം അവർ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും പറയാൻ ഒക്കുകയില്ല, യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല, അതുപോലത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അതുകൊണ്ട് മക്കളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തവരൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ ദൂരെയൊക്കെ ആണെങ്കിൽ അവരോടൊക്കെ പറഞ്ഞേക്ക്, അതുകൊണ്ട് വരാനുള്ളൊരു വന്നോട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് മകനെയും മകളെയും എല്ലാം വിവരം അറിയിച്ചു. മകൻ പെട്ടെന്ന് വരുവാനായിട്ടിടയായി. അങ്ങനെ കാരിത്താസിൽ ചെന്നു, അവരുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. 11 ദിവസം കാരിത്താസിലെ ICUവിനകത്ത് കിടന്നു. ഈ സന്ദർഭത്തിൽ കണ്ണു തുറക്കുകയോ വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ഇങ്ങനെ യാതൊന്നും ഇല്ല. എന്നാൽ അതിൻ്റെ ഒരു ദിവസം കർത്താവിൻ്റെ ദാസൻ തമ്പിച്ചാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അന്ന് അദ്ദേഹത്തെ മാത്രമേ ഈ ICUവിനകത്തോട്ട് കേട്ടിട്ടുള്ളൂ. അദ്ദേഹം അവരുടെ ഡ്രസ്സുമൊക്കെ ധരിച്ച് അവരുടെ ചെരുപ്പമൊക്കെ ഇട്ട് അദ്ദേഹം അകത്ത് കയറി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചേച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ തലയിൽ കൈവച്ചു, വിളിച്ചു, എന്നിട്ടൊന്നും ഒരു പ്രതികരണവും ഇല്ല. ഏതായാലും ആ പ്രാർത്ഥന കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പ്രിയപ്പെട്ടവൾ കണ്ണ് തുറന്നു. പിന്നീട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ICUവിൽ നിന്ന് റൂമിലേക്ക് വന്നു. റൂമിൽ ഏതാണ്ട് 1 മാസത്തിലധികം കാരിത്താസിൽ അഡ്മിറ്റായിട്ട് ചികിത്സയിലായിരുന്നു. ആ 1 മാസത്തിന് ശേഷം ഭവനത്തിലേക്ക് വരുവാനിടയായി. ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും മറ്റൊരിടത്തോട്ടും പോകാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയം മുതൽ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വരുന്നതുവരെയും ഞാൻ അവിടെ തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം നോക്കി നടത്തി. വീട്ടിൽ വന്നതിന് ശേഷവും മറ്റെങ്ങും പോകാതെ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വേണമെന്നെല്ലാം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ നന്നായിട്ട് അന്വേഷിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ പലരും വിളിക്കുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കും, എങ്ങനെയുണ്ട്, പ്രതീക്ഷയ്ക്ക് വല്ല വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത്. ഏതായാലും കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അറിയാവുന്ന ആളുകളെല്ലാം വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ആ പ്രാർത്ഥന കേട്ട് കർത്താവ് ഇത്രത്തോളം വിടുതൽ നൽകി. ആ 1 വർഷക്കാലം അല്പമായ മറവിയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ അവസ്ഥയിൽ നിന്നെല്ലാം മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്തു. യാതൊരു വിധമായിരിക്കുന്ന അംഗവൈകല്യങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നും കൂടാതെ ഇന്നും എന്നോടൊപ്പം യാത്ര ചെയ്തും ഭവനത്തിലും മാഴ്സനേജുകളിലും ഒക്കെ താമസിച്ചും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 37 വർഷം ആയിട്ടും ഞങ്ങൾ ഒരുമിച്ചാണ് കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയ സന്ദർഭങ്ങളിലൊക്കെ ഒത്തിരി വേദനകളും ഒത്തിരി പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ നടുവിൽ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. കർത്താവ് ഞങ്ങൾക്ക് ധൈര്യം പകർന്നു തന്നു. ഒരിക്കലും ക്ഷീണിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കാതെ ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിപ്പാനിടയായി, കർത്താവെ, മൂത്ത മകനെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച് അവിടുന്ന് ആക്കി. ഇനിയും അടുത്ത് കൈവച്ചിരിക്കുകയാണോ? ഇത് സഹിക്കാൻ വലിയ പ്രയാസമാണ്, മനസ്സുകൊണ്ട് പ്രയാസമാണ്. ആമേൻ. അങ്ങനെ ഒരിക്കലും ആകരുതേ എന്ന് കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. ഇതുവരെയും കർത്താവ് ബലത്തോടെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതകരമായിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് ജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ കർത്താവിനോട് ഒരു കാര്യവും അല്ലാതെ പറയാനായിട്ടില്ല. കാരണം തൻ്റെ മക്കൾക്കാണ് ശോധനയുള്ളത്. താൻ സ്നേഹിക്കുന്ന മകനെ തല്ലുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഇതുപോലെ കർത്താവ് തൻ്റെ സ്നേഹിക്കുന്ന മകനെയാണ് ശിക്ഷിക്കുന്നത്, സ്നേഹിക്കുന്ന മകനെയാണ് തല്ലുന്നത്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അതൊന്നും കർത്താവിന് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, കർത്താവിന് നമ്മളോട് കരുണയില്ലാഞ്ഞിട്ടല്ല, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ. അപ്പോൾ ഈ വിഷയത്തിലും കർത്താവിനെ രുചിച്ചറിയുവാൻ ഇന്നുവരെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കർത്താവ് നൽകിയിട്ടുള്ള നന്മയല്ലാതെ, കർത്താവ് നടത്തിയിട്ടുള്ള, കർത്താവ് പരിപാലിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയുവാനായിട്ടില്ല. അത്രമാത്രം കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു, കർത്താവ് ഞങ്ങളെ കരുതി, കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു, ഇന്നും അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നും 2017 ഏപ്രിൽ 23 ആ ഒരു കാഠിന്യമേറിയ വേദനകളിൽ കൂടെ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നത്. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. ഇപ്പോഴും കർത്താവ് ആരോഗ്യത്തോടെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസഭയിൽ ഒരാവശ്യമുണ്ടായാൽ, ഉപവാസ പ്രാർത്ഥന അതുപോലെയുള്ളതായിരിക്കുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നോടൊപ്പം ശുശ്രൂഷയിൽ കൈത്താങ്ങലായിട്ട് ഇന്നും ബലത്തോടെ നിൽക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും മറ്റ് ആവശ്യങ്ങളിലൊക്കെ ആണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നും നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി കരയറ്റിയാലും മതിയാകത്തില്ല, ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. കാരണം അതുപോലെ കർത്താവ് ഇന്നും അത്ഭുതകരമായി, ജയകരമായി ഇന്നും കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് പ്രിയപ്പെട്ട പാസ്റ്റർ മാമയൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുകയാണ്, അനേക ദൈവമക്കൾക്ക് ഈ മത്സ്യലുള്ള കർത്താവിൻ്റെ ദാസിയുടെയും ജീവിതാനുഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസവും അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണല്ലോ ഇന്നത് പബ്ലിഷ് ചെയ്തത്. രണ്ടും അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്നവനല്ല. കഷ്ടതയിലൂടെ, കാഠിന്യ ശോധനയിലൂടെ കടന്നുപോയാലും കൂടിയിരിക്കുന്ന കർത്താവ്, പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്. വചനത്തിൽ വാക്യമുണ്ട്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുമെന്ന്, ഉഷസ്സിലോ ആനന്ദഘോഷം. 2014 ഒക്കെ വലിയ കണ്ണുനീരിൻ്റെ സമയങ്ങളായിരുന്നു. 2017 ആ ജീവിതാനുഭവങ്ങൾ ഉണ്ടായത്. പക്ഷേ അതിനപ്പുറമായിട്ട് പിന്നെയും നല്ല നല്ല അനുഭവങ്ങൾ കാണുവാനും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ അനുഗ്രഹങ്ങളെയും അവരുടെ നന്മകളെയും ഒക്കെ കാണാനൊക്കെ കർത്താവ് സഹായിച്ചു, കരം പിടിച്ച് നടത്തി. ഉഷസ്സിൽ ആനന്ദഘോഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല ദിനങ്ങൾ കർത്താവ് നൽകിയതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ദൈവമക്കൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടാകാം. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം. നമുക്കൊക്കെ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ ഒരു നല്ല ദിവസം മുൻപിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. വിശ്വസ്തരായി പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുക. കർത്താവിൻ്റെ നന്മ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വെളിപ്പെടും. നമുക്ക് ഈ സെഷൻ പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. പാസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഈ സമയോടെ ഞങ്ങളൊക്കെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, സാദി ടി വിയിലെ പ്രേക്ഷകരോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ അവിടുന്ന് കൃപ ചെയ്ത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ അനുഭവങ്ങളും ദൈവവചനവും കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിക്കായി സ്തോത്രം. കർത്താവ് പിന്നെ ശക്തീകരിക്കുകയും അനേകർക്ക് പ്രയോജനമായി തീരുകയും ചെയ്യുവാൻ സ്വർഗം കൃപ ചെയ്യുകയും ചെയ്യേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഏറിയ അഭിഷക്തനോട് ചേർന്ന് ഞങ്ങൾക്കും ഈ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ഈ പ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ സ്വർഗം കൃപ നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവ് ഈ പ്രേക്ഷകരെ എല്ലാവരെയും അടിയങ്ങൾ ഒരുമിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർക്കെല്ലാം ഇതൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണം. യേശു മിശിഹാ മൂലം അടിയങ്ങൾ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവിന് സ്തോത്രം. ഒരു പ്രാവശ്യം പ്രിയ പാസ്റ്ററുടെ മാമയോടുള്ള നന്ദി പറയുന്നു. പ്രേക്ഷകരോടുള്ള നന്ദി പറയുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഞങ്ങൾ ചെലവഴിച്ചതിൽ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു.